വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിച്ച് അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്ഥിരം അരി അല്ലെങ്കിൽ അരിമാവ് ഉപയോഗിച്ചാണ് അപ്പം തയ്യാറാക്കുന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിച്ച് അപ്പം തയ്യാറാക്കാം. ഇത് ഗോതമ്പ് മാവിലെ അപ്പം ഡയബറ്റീസ് പേഷ്യൻസിനും സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. അരിയെ അപേക്ഷിച്ച് ഫാറ്റും കുറവാണ്. നമുക്ക് നിത്യമായിട്ടും ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് നല്ല വെന്ത ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഡയബറ്റീസ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ചോറ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാനിവിടെ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മധുരമുള്ള ടൈപ്പ് അപ്പമാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് കറി കൂട്ടാതെ തന്നെ ഇത് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. മധുരം വേണ്ടെന്നുള്ളവർക്ക് ഇത് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആയിട്ട് കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആണ്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടിയായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ബാറ്റർ ഒരു 6-7 മണിക്കൂർ പൊങ്ങാനായിട്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ച് അടച്ചു വയ്ക്കാം. 7 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ചോറ് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് ചോറ് അഥവാ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആദ്യം നമുക്ക് കട്ടിയായിട്ട് അരച്ചെടുക്കാം. അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 6-8 മണിക്കൂർ നന്നായിട്ട് പൊങ്ങാനായിട്ട് അനുവദിക്കാം. അപ്പത്തിൻ്റെ മാവ് 6 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അരച്ച സമയത്ത് നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോകരുത്. തിക്നെസ് നോക്കി വേണം വെള്ളം ചേർക്കാനായിട്ട്. ഏകദേശം ഇത്രയും തിക്നെസ്സിൽ നമ്മുടെ മാവ് തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. സാധാരണ അരിമാവിൻ്റെ അപ്പം ചുറ്റിക്കുന്നത് പോലെ ഇതും ചുറ്റി കൊടുക്കുക. ചുറ്റും നിറയെ കുമ്പിളകൾ വന്നതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. നിറയെ കുമ്പിളകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1-1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇളക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗോതമ്പപ്പം തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഷുഗർ പേഷ്യൻസിന് വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. ഞാൻ റെസിപ്പിയിൽ പറഞ്ഞതുപോലെ ഷുഗർ പേഷ്യൻസിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ചോറ് ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അപ്പം തയ്യാറാക്കാവുന്നതാണ്. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.